ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നിപ്പോൾ ഞാൻ കറന്റ് ബാംഗ്ലൂരാണ് ഉള്ളത്. ആൻഡ് അശ്വിൻ ഇന്ന് അവൻ്റെ സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു ഇൻട്രോ എടുക്കാമെന്ന്. ഇവിടെ ഫുൾ ഒച്ചപ്പാടാം. ബട്ട് ഓക്കെ, നമുക്ക് അവൻ്റെ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് വരാം ഗൈസ്. ലെറ്റ്സ് ഗോ. അല്ല, തൊലി എടുത്തിട്ട് കഴുകാം. സവാള ഗിരിഗിരി എന്താണ് ട്രൈപോഡ് ഇട്ടിട്ട് ചിക്കൻ. അവിടെ ശ്വാസമില്ല. സോ ഇന്ന് മാറി. സോ ഗൈസ്, ഇന്ന് അശ്വിന്റെ കുക്കിംഗ് ആണ്. ഈറ്റാൻ മാത്രം ഞങ്ങൾ വരും. ആരാ കാലില്ല, കാലൊക്കെ തുണ്ടായി. കാല് തപ്പിയാ മതി. ഒന്നുമില്ല. കരളും കിരളൊന്നും എനിക്ക് വേണ്ട, എനിക്ക് കാല് മതി. കാലില്ല. കാലിന് പോയി കോളിന്റെ അടുത്ത് ഒരു കാല് മുറിച്ചോണ്ടോ. കാലില്ലാണ്ട് കോഴിക്കറിയാക്ക. ഇനി ഏതായിട്ട് നോക്ക് മക്കളെ, കാലില്ലാണ്ട് കോഴിനെ മേടിച്ചോന്ന് അല്ല പറയണോ? ബിരിയാണിക്കാണോ കറിക്കാണോ? അല്ല, നമ്മളെടുത്ത് അങ്ങനെ പറയില്ല. ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലും പറ. സവാള ഗിരിഗിരി അതിനൊക്കെ സിനിമ കാണാൻ എനിക്കത് പറയാനേ കഴിയില്ല. പിന്നെ സിനിമ പറഞ്ഞാ മതി, എനിക്കറിയാം സിനിമയിൽ എന്തൊക്കെ ഡയലോഗ്. പിന്നെ തേങ്ങ അറിയാം എനിക്ക്. ചോദിക്ക്. ഞമ്മക്കറിയില്ലല്ലോ, ഞമ്മൾ ട്രാക്ക് ഒന്നും കണ്ടില്ല. ഞാൻ അതിലെ എന്റെ കയ്യിൽ അവിടെ എല്ലാം കട്ട് ചെയ്താ. പച്ചമുളകെല്ലാം കൊടുത്തു. അതെല്ലാം ഒപ്പം കട്ട് ചെയ്തു. തന്നെ കുടുംബിന സ്റ്റാർട്ട് ചെയ്തത്. എല്ലാം അരിഞ്ഞ് വെച്ചാൽ പിന്നെ എല്ലാം പിന്നെ അരിയാൻ ഓടുന്നത്. വൈകിട്ട് പഴംപൊരി ഉണ്ടാക്കാം കേട്ടോ. ചേട്ടാ എന്താ ഇത്? പഴംപൊരി. പയം കണ്ടാ പയം. അടുത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളെല്ലാം ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മളെല്ലാം അശ്വിനൊറ്റയ്ക്ക്. വെളുത്തുള്ളി ഞാനാ തോല് വിളിച്ചേ. സോ ഇതെല്ലാം ഞാൻ വെറുതെ വന്ന് നോക്കി ഗൈസ്. ഞാൻ വെറുതെ നോക്കുന്നു. സൂപ്പർവൈസർ നന്നായി പണിയെടുക്കുന്നുണ്ടോന്ന് കഴിയാനിട്ട് ഓടിയാൻ പോയി ഞാൻ. സോ ഇതിൽ അരിഞ്ഞതൊക്കെ നമ്മൾ ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആക്കാൻ പോകാൻ ഗൈസ്. അതിട്ട് ഇനി ജീരക ഇതിലിട്ടിട്ടുണ്ട് ഗൈസ്. എന്തൊക്കെയാന്ന് ഉൾപ്പെടുത്തില്ല. തിന്നുമ്പോ ടേസ്റ്റ് ഒന്ന് നോക്കുമ്പോ വലിയ എസ്തറ്റിക്കലും മണപ്പിച്ചതാണ് തരിവൊക്കെ കയറിയത്. എന്തല്ല അരച്ച എന്തെല്ലാം കാണിക്കേ?
കുറച്ച് ബാക്കോട്ട് വെക്ക്. ഓക്കെ ഓക്കെ. ദിസ് ഇസ് മറ്റേ മസാല പോലെ ഉണ്ട്. ഗ്യാസൊക്കെ അറിയാം എത്തിക്കാൻ എനിക്ക്. ആ കത്തി ഇപ്പൊ കത്തി. ഒരു കയ്യിൽ പിടിയില്ല. അങ്ങനെ പാത്രം വെച്ച് നീ അരിഞ്ഞ സാധനം ഇടേണ്ടി വരൂല്ലേ? അല്ല പിന്നെ അരിയാത്ത സാധനം കൂടെ ഇടോ? അതിട് വെറൈറ്റി. നിന്നെയും കൂടെ പിടിച്ചിടാം. അതിന്റെ ഇടയിലാവും പോളിങ്. എന്താണെന്ന് മോന്തക്കെട് കോൺസെൻട്രേഷൻ പോണു. അത് കൊടുക്കണ്ട. സോ നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു ഗൈസ്. കമ്പനി സാധനമാണ് ഗൈസ്. പ്രൊമോഷൻ. ബാക്കിയൊന്ന് തെങ്ങനെ തലയിൽ തേക്കാം. ആകിന്റെ മുഖങ്ങളോ ഒന്നിട്ടവന് ഉള്ളി അതിന്റെ അപ്പുറത്താ പൊട്ടി. ചൂടായി ഗൈസ്. ഇപ്പൊ മോത്ത് പിമ്പിള് വെച്ചിരിക്കണ്ടേ? No, let's start cooking. എന്തെല്ലോ ഇട്ടിട്ടാണ് ഈ ചെക്കന്. എനിക്കൊരു പിടുത്തമില്ല. ആദ്യമേ ശ്രദ്ധിക്കേണ്ട കാര്യമായിരുന്നു. അങ്ങനെയൊക്കെ നിൽക്കണം നടക്കണം. ഞാൻ ഹെൽപ്പ് ചെയ്യണം ചേട്ടാ. നമ്മൾ സോൾട്ട് ഇടുവാണ് പെട്ടെന്ന് വഴറ്റിട്ടാൻ വേണ്ടിട്ട്. നമ്മളിങ്ങനെ ചുമ്മാ നോക്കിയിരിക്കുന്നത്. ഞാൻ സൂപ്പർവൈസർ കണ്ടു വെച്ചിട്ടേ കിട്ടല. നിലത്ത് വീണ സാധനം പൊറുക്കിയിലിടും. ഉള്ളിയൊക്കെ വീടെടുക്കുന്ന കഴുകാനുണ്ട് പാത്രത്തെ കൊണ്ട് ഉള്ളി എടുത്തിട്ട് സ്ലോ നോക്കിക്കോ. ഉള്ളിക്ക് കാവലിരിക്കൊന്നും വേണ്ട. ഉള്ളി ട്രാൻസ്ഫോർമേഷൻ ഇങ്ങനെയാക്കെ ഇനി ഇങ്ങനെയാക്കെ ഇനി തൊട്ട് തുറക്കുമ്പോ വീണ്ടും ആക്ക്. അങ്ങനല്ല ഇങ്ങനെ തൊട്ട്. ആ അങ്ങനല്ല. നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഗൈസ്. ഉള്ളി വയന്ന അശ്വിൻ. ഒയ്യോ വെള്ളം. ഇനി നമുക്ക് സ്വർണ്ണ ബ്രൗൺ കളർ ആവണം. ഇത് മൂടി വെച്ചിട്ട് കളറൊന്നും മാറിക്കില്ല. അതാ കോമഡി. കളർ മാറിയിട്ട് കാണാം ഗൈസ്. ഇതൊക്കെ എനർജി ബൂസ്റ്റർ കേട്ടാ. കൂടിപ്പോ നാവ് പൊക്കാൻ. ഇനി പോകാൻ എന്തോന്ന് പോടി കൊണ്ട്. ഇവന്റെ ബ്രേക്ക് ടൈമിൽ ഇവന് എടുത്ത കഴിക്കുന്ന സന്ധ്യയിലൊരു സാധനം ഉണ്ടായിരുന്നു. അതും കഴിച്ച് മുറുക്കും. ഇത് പണിയെടുക്കോളൂ അല്ല അശ്വൻ? എന്നാ കുറച്ച് വെള്ളം കുടി. ഇന്ന് വെള്ളം കുടിക്കാൻ ഇനി പിന്നെ ഇതിലെന്താ ഇട്ടത്? കളർ മാറ്റോ? അതിലെന്തോ ഇട്ട് ഇഞ്ഞ് എന്തത് ചപ്പോ? ഓക്കെ പട്ടയും മസാല. ഞാൻ വിരിക്കാൻ കളർ മാറിക്കിട്ട്. ഇത് കടാ 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 നിലത്ത് വീണെല്ലാം പൊറക്കയിലിടുന്നു ചെക്ക്. നമ്മുടെ സവാള വഴന്ന് വന്ന് അതിലിവൻ എന്തെങ്കിലും പട്ടയിലിട്ട് പോലും. നമ്മൾ നേരത്തെ അരച്ച് വെച്ച എന്തോ സാധനം കുറച്ച് അതിലിട്ട് മണത്തിന് വേണ്ടി കോണം ഇല്ലെങ്കിൽ അല്ലാ ഇവ ഇതാ കോഴി. അടുത്ത ഒപ്പിടുമ്പോ ഞാൻ എന്താ എന്താ ഹെൽപ്പ് ചെയ്യാൻ വന്നതാ? അങ്ങനെ ഉണ്ടാകുമ്പോ അവിടെ കിടന്നതൊക്കെ വരും. ഞാൻ ഇവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കും. ഇവൻ ഇത്ര അറിയത്തുള്ളൂ. ബാക്കി കാര്യങ്ങൾ ഞാൻ അതിന്റെ ഇടയിൽ അവൻ ഇതാ ഞാൻ പറഞ്ഞ
ഇവനെ നമ്പിയാണോ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്? സത്യം അശ്വിന്റെ സ്പെഷ്യൽ കറി ചിക്കൻ കറി എന്നിട്ട് ഇവളാ കുക്ക് ചെയ്യുന്നത്. അശ്വിൻ ദിസ് ഇസ് നോട്ട് ഫെയർ. സന്തോഷം. കണ്ടോ ഗൈസ്, നമ്മള് ഇങ്ങനെ വയച്ചിട്ട് വരണം. ഇങ്ങനെ നമ്മളൊരു ബ്രൗൺ കളർ ആവുന്നവരെ ആയ അത് ആയി വരുന്നുള്ളൂ ഗൈസ്. ഇച്ചിരി സമയം എടുക്കും. ഇവൻ കുനുകുന അരിഞ്ഞതല്ല, ഇവൻ ഇച്ചിരി വലുതായിട്ട് അരിഞ്ഞത് കൊണ്ട്. നേരെ ഞാൻ പറഞ്ഞു നോക്ക് ഗൈസ്, ഇങ്ങനെയാണ് ഒരാൾ ഉള്ളി അരിയ. അരിഞ്ഞതാന്ന് പറഞ്ഞപ്പോ അരിഞ്ഞു തരില്ലെന്ന് പറഞ്ഞു ഗൈസ്. നോക്കൂ, അതുകൊണ്ട് നമ്മ പിന്നിൽ ബാക്ക് ടു മുറുക്ക്. ഇതിന് മുറുക്കിലാണോ പെറ്റ്? ഒരു കാജ ഫുള്ള് തീർത്ത് ഇനിയിപ്പോ അടുത്ത ഭാഗ്യം തന്നെ, ഇനി അളവ് തിന്നാൻ ബാക്കിയില്ല. സ്നാക്കിംഗ് ആണ് കൂടുതൽ. കുക്കിംഗ് വീഡിയോ അല്ല, ഇത് അശ്വിൻ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഇതാണ് സോ നൗ ഗോസ് തക്കാളി. തെറിച്ചിട്ടുണ്ടെങ്കിലല്ല പൊന്നുവനെ നല്ല ഇടുന്നല്ല. ഒരു കലാകാരമായി കോഴിക്ക് പറഞ്ഞ പോലെ അല്ലേ ഉണ്ട്. കയ്യില തുടച്ചു. പിടി എടാ പോണു. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ഇട്ടത്. അതിൽ അവൻ എന്തെല്ലാം എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. എന്തെല്ലാം ഇട്ടാ പേസ്റ്റ് ആക്കാന്? പച്ചമുളക്, ചെറിയ ഉള്ളി, പെരിഞ്ചീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക. ഓക്കെ, അത്ര ആക്കിയുള്ള സോസാണ് ഇപ്പൊ ഒഴിച്ചത് കേട്ടോ. Don't try this at home. Disclaimer also. Guys, don't try this at home. കോണം ഉണ്ടോ നോക്കിയാ എന്റെ ഓണസ്റ്റ് റിപ്ലൈ You try this, then you will be calling me for cooking. കേട്ടാ. എന്റെ ഓണസ്റ്റ് ഇതായിരിക്കും. കോണില്ലേ ഞാൻ കോണില്ല എന്ന് തന്നെ പറയും കേട്ടാ. അത് തന്നെ. സ്വല്പ നേരം അടച്ചിരുന്ന് വേവട്ടെ ഗൈസ്. പെട്ടിക്ക് വാങ്ങ. നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട് ഗായ്സ്. കോഴി കിടന്ന് ഉറങ്ങുക ഗൈസ്. ഗൈസ് നമ്മൾ അങ്ങനെ അതിൽ മസാലകളെല്ലാം ഇട്ടു കേട്ടോ. ഇവൻ എന്നെ വിളിക്കുന്നില്ല കുക്ക് ചെയ്യുമ്പോൾ. ഞാൻ അവിടുന്ന് TV ആണ്. സോ മസാലയിൽ ഇട്ടപ്പോൾ ഇതിന്റെ ലുക്ക് ഇങ്ങനെയായി. സോ നമ്മളത് വെള്ളം ഒഴിച്ചു. അല്ല അശ്വൻ, ആവശ്യത്തിന് പിന്നെ ഉപ്പിട്ട്. സോ കോഴി കോഴിക്ക നമ്മൾ ഓരോ പീസായിട്ട് ഇടുന്നതിൻ്റെ അതിൽ വാരി വലിച്ചിട്. നമ്മുടെ മസാലയിലേക്ക് അങ്ങനെ കോഴി ഇടുകയാണ് ഗൈസ്. എന്നിട്ട് മിക്സ് ചെയ്യണം. അത് അവൻ തന്നെ ചെയ്യും. ബിക്കോസ് എനിക്ക് ഒരു കൈ പിടിച്ചിട്ട് എനിക്ക് മിക്സ് ചെയ്യാൻ കഴിയില്ല. സോ ഇനി തന്നെ മിക്സ് ചെയ്യണം. ഇപ്പോഴെടുത്ത് കഴിക്കാൻ തോന്നുന്നു ഗൈസ്. പച്ചക്ക ഇനി വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. വറ്റിക്കോ. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഓണം പിടിക്കാതെ പോടി. നല്ല സ്മെല്ല് വരുന്നുണ്ട്. തമിഴ്നാടൻ മസാല സ്മെൽ. തമിഴ്നാടല്ല, കർണാടക. നല്ല ഇങ്ങനെ കോണം നോക്കട്ടെ. ഉപ്പെല്ലാം കുറെ കോരിയിട്ടുണ്ട് ഇവന്. ഉപ്പ് ഉണ്ടെങ്കിലാ ടേസ്റ്റ്.
മുഴുവൻ ഇല്ലാതെ എന്ന് പറഞ്ഞു. വെള്ളം കോരി വെച്ചിട്ട് ആവശ്യത്തിന് വെള്ളമുണ്ട്. കുടിക്കോ ചാടി കുളിക്കോ. ശരി, ഇപ്രാവശ്യം കുറെ വെള്ളമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആക്കിയപ്പോ വെള്ളം ഇല്ല, ഇപ്രാവശ്യം വെള്ളം കോരി വെച്ച്. ടേസ്റ്റ് ചെയ്യാൻ കഴിച്ചു. നമുക്ക് ഉപ്പെല്ലാം കോരിയിട്ട് നമുക്ക് അക്കാര്യത്തിലൊരു പേടിയുണ്ട്. ഞാൻ സത്യസന്ധമായിട്ട് ഇതെല്ലാവരും ഇങ്ങനെ നോക്കുന്നു. ഒരു ആത്മാവിൽ കയറി എന്നെ കുഴപ്പമാണ് വന്നിട്ട് മാഗി മസാല പോലെ ഗൈസ്. കൊള്ളാം ഗൈസ്, കൊള്ളാം ഗൈസ്, നല്ലുണ്ട്. കുറെ മരക്കഷ്ണം മോസ്റ്റ്ലി കൊള്ളട്ടെ. ഇച്ചിരി ഉപ്പ് അധികം. ഉപ്പ് കുഴപ്പമില്ല ഗൈസ്. ഇതൊക്കെ ഉപ്പ് വേണം. ഫോർ മീ നൈസ്. മാഗി മസാല പോലെ തന്നെ ഉണ്ട്. അതല്ലേ ഞാൻ പറഞ്ഞ ആ ഒരു എന്തോ മസാല നല്ല ഹൈലൈറ്റ് ചെയ്യണം. ഹലോ എങ്ങോട്ടാ? വാസന തൂക്കുത്. ഞാനിങ്ങനെ കട്ട് കട്ട്. അതിൽ നമുക്ക് കറിവേപ്പില ഇടാം. കറിവേപ്പില ഇട്ട് നെക്സ്റ്റ് ഇത് മല്ലിച്ചപ്പ്. ഇത് കത്രി അവിടെ. ചെറുക്കന്റെ കാര്യം. ഇനി ഒരു ഇളക്കിളക്കിട്ട് തുറക്കുമ്പോ ഒരു മണം ഉണ്ടല്ലോ എന്റെ മോളെ. അതാണ് മല്ലിയിലിടുമ്പോ നല്ല വണ്ടി വരും. ലാസ്റ്റ് 2 minutes ഇതിന്റെ ഒരു മണം കേൾക്കാം. മണം കേൾക്കാനാ? ഞാൻ ഷേദ്യം ഒരു പണിയില്ലാണ്ട് ഒരു പണിയില്ലാണ്ട് ഇങ്ങനെ കിടക്കുക. പാവ അശ്വിനോട് ഒറ്റക്ക് കുക്കിങ്. ബിക്കോസ് അവന്റെ കോഴിക്കറിയാണല്ലോ അല്ലേ ശ്വേത? എല്ലാ ക്രെഡിറ്റും അവനാ. അതെ, നമുക്ക് അതിൻ്റെ ഒരു പങ്കും വേണ്ട. ശരിയാ, നല്ല രസമാണ് കേട്ടോ, എനിക്ക് ഇഷ്ടമായി. വെറൈറ്റി അല്ലേ ശ്വേത? യെസ് ഗൈസ്, എൻ്റെ ഫോൺ ഒരുപാട്. സോ ഇറ്റ് വാസ് നൈസ് ഗൈസ്. അപ്പോൾ നമ്മൾ ചിക്കൻ കറിയാക്കി. ഇനി ചിക്കൻ ഫ്രൈ നമ്മളത് മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഇനി പൊരിക്കുമ്പോൾ കാണാം. ബൈ. അല്ലെങ്കിൽ ഇതാവൂല. നമ്മൾ ചിക്കൻ കറി ആയതിനു ശേഷം അശ്വിൻ ചിക്കൻ ഫ്രൈയിലേക്ക് പ്രിപ്പയറിങ് ചെയ്യാണ് ഗൈസ്. നിങ്ങളെ ചുമ്മാ വെറുതെ ഇരിക്കുന്നു. കുറച്ചുകൂടെ മസാല പിടിക്കട്ടെ, എന്നിട്ട് നമുക്ക് പൊരിക്കുമ്പോൾ കാണാം.